പറയുന്ന പേര് ലിവിംഗ് ഏരിയ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടിട്ട് ഇരുത്തുന്ന സ്ഥലം ലിവിംഗ് ഏരിയ. അതിൽ നല്ല കസ്റ്റമൈസ് ചെയ്ത സോഫ ഒക്കെ ആയിട്ടാണ് ഇത്. ആക്ച്വലി നമ്മുടെ ഡിസൈനിൽ കാണിച്ച അതേ സോഫ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. ഇത് റെഡിമെയ്ഡ് അല്ല, ഇത് നമ്മളുടെ മോട്ടീഫ് ഡിസൈൻ തന്നെ വരച്ചുണ്ടാക്കിച്ച് അതിന്റെ 3D ഒക്കെ നമുക്ക് കാണിച്ചെന്ന് കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത അതേ ഡിസൈനാണ്. കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോട്ടീഫ് ആണ് കേട്ടോ, റഫിയുടെ ഡിസൈൻ ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബീച്ച് കളറാണ് അല്ലെ, ഒരു ഗ്രേഷ് ബീച്ച് ആണ്. അപ്പം പെട്ടെന്ന് ചേറാകും, വളരെ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഏറ്റവും റിലാക്സ് ചെയ്യാനുള്ള ഒരു ഏരിയ. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു കാർപ്പറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കാർപ്പറ്റും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടീപ്പോയും കൊടുത്തിട്ടുണ്ട്. കോഫി ടേബിൾ, ടീപ്പോയി തന്നെ പറയാം, അതാണ്. പിന്നെ ഇത് അതിന് ഒരു ആപ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഇതൊരു ചെന്നൈ കൊണ്ടുവന്ന ഒരു ഫാനാണ് കേട്ടോ. പിന്നെ നമ്മളുടെ വേറൊരു ഹൈലൈറ്റ് ഈ ലിവിംഗ് ഏരിയയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, എന്താ പറയുക, ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള മേൽക്കൂര. അതിനൊപ്പം തന്നെ ഇത്രയും വലിയ കേർട്ടൻ. നീ ഇവിടെ ആടെ ഇരിക്കുന്നത്, ഇത്രയും വലിയ കേർട്ടൻ, അത് ആ ഒരു ഹൈറ്റിന്റെ സെയിം ഹൈറ്റിൽ കേർട്ടൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ലിവിംഗ് ഏരിയന്റെ ഒരു അട്രാക്ഷൻ. ആള് വരുമ്പോൾ വലുതായിട്ട് തോന്നും. ആക്ച്വലി ഇതൊരു ചെറിയ വീടാണ്, പക്ഷേ ഇത് ഈ ഒരു സ്പേസ് കംപ്ലീറ്റ് ഓപ്പൺ ആയി കൊടുത്തതുകൊണ്ട് ഭയങ്കര വലിയൊരു വീടായിട്ട് തോന്നും. പിന്നെ അവിടെ നടുക്കൊരു ഷാൻഡിലിയർ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ കുറച്ച് കേർട്ടൻ ഇങ്ങനെ അടുപ്പിച്ചിടരുത്, കാർപ്പറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ കേർട്ടൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ കേർട്ടൻ ഓപ്പൺ ചെയ്യാം. നമ്മളെ പണ്ടത്തെ മൂവിയിലൊക്കെ മറ്റേ സ്ക്രീനിങ് ഇങ്ങനെ ഓപ്പൺ ആവല്ലേ, നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ. മൂന്നെടുത്തു. അയ്യോ, അത് ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ. കുറെ എല്ലാത്തിനും പേര് എഴുതി വെക്കണം കേട്ടോ മിത്തുട്ടാ. ഇത് 2, ഇത് 3. ഓക്കെ, ഇനി അത് 4. 1 2 3 4. ഓ മൈ ഗോഡ്, 4 ഞാനാക്കാം. താഴത്തെ എല്ലാം അത് കറക്റ്റാ. ഇനി എന്താണ് പറയുന്നത്? 4 അല്ല, 1 1 1. 1 2 3 4. ഇപ്പോഴാണ് പഠിച്ചത്. ഓ മൈ ഗോഡ്, ഒരു ടാസ്ക് ആയി പോയി അത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വിൻഡോ വരുന്നത്. വിൻഡോ അല്ല, ഗ്ലാസ് വരുന്നത് കേട്ടോ. കംപ്ലീറ്റ് ലിവിംഗ് ഏരിയയിൽ ഫുൾ വെളിച്ചം നിങ്ങൾക്ക് കിട്ടും ഈ ഗ്ലാസിന്റെ ഇതിൽ കൂടെ. അപ്പൊ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലിവിംഗ് ഏരിയ. മെരി ഓൾറെഡി ഇവിടെ കളിച്ചു പോയിട്ട് പുറത്തുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ സെൻട്രൽ ഹാളിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വേറൊരു ഫീലിംഗ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മളുടെ ബുദ്ധനെ ഫേസ് ചെയ്യുക. ആ ഒരു കോട്ടയാട് ഉള്ളിൽ നമ്മളൊരു കോട്ടയാട് കൊടുത്തതാണ്. ബുദ്ധനെ ഫേസ് ചെയ്തിട്ട് ബുദ്ധനെ ഇരുത്തിയ ഒരു സ്ഥലമാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. അവിടെ തന്നെ ഒരു സീറ്റിംഗ് ഏരിയ. അതിന് മുന്നേ ഞാൻ ബുദ്ധനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഈ ബുദ്ധൻ ഏകദേശം 480 കിലോളം ഭാരം വരുന്ന ഒരു സ്റ്റോണിൽ, ഒറ്റ സ്റ്റോണിൽ, സിംഗിൾ സ്റ്റോണിൽ കാർവ് ചെയ്തെടുത്തതാണ്. ഇത് രാജസ്ഥാനിലാണ് നമ്മൾ ചെയ്തെടുത്തത്. പക്ഷേ ഇതിന് ഓർഡർ കൊടുത്തതും ഇതിന്റെ ഐഡിയ ഡിസ്കഷൻ ഒക്കെ നമ്മൾ ചെയ്തത് ബാംഗ്ലൂരിൽ ജിഗ്നി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി സ്റ്റോൺ ആണ്, ഭയങ്കര വെയിറ്റ് ആണ്. ഇത് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മോട്ടീഫ് തന്നെ ഡിസൈൻ ചെയ്തിട്ട് ചെയ്ത ഒരു മുകളിൽ കൊണ്ടുപോയിട്ട് വെച്ച്. ഇതും നല്ല വെയിറ്റ് ഉണ്ട്, ഇതിന് താങ്ങാൻ വേണ്ടിയിട്ട് ചെയ്താണ്. പിന്നെ നമുക്കൊരു എപ്പോഴും ഒരു നാച്ചുറൽ ടച്ച് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റ്സും കോബിൾ സ്റ്റോൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോൺ ആണ് താഴെ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇതിലിറങ്ങുമ്പോൾ ഒരു തണുത്ത ഫീലാണ്, ഫുൾ നല്ല തണുത്ത ഫീലാണ്. ഇത് നമുക്ക് സോഫയിൽ ഇരിക്കാൻ, നമുക്കൊരു കോഫി കൊടുക്കാൻ, രണ്ടാക്കും കൂടി വർത്താനൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയയും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ സൊറ പറയാനും ഇതിന്റെ ഗോസിപ്പ് ഒക്കെ കേൾക്കാനും ഇതിനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇത് ഫുള്ള് നാച്ചുറൽ സ്റ്റോൺ ആണ് കേട്ടോ. ഇത് മുഴുവനും ചെയ്തത് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ, അങ്ങനെ ഇതിന് പറയാം. പിന്നെ ഉള്ളത് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്താണ്. ഇതൊക്കെ മോട്ടിഫിന്റെ ഐഡിയാസ് ആണ്. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ, എനിക്ക് ബുദ്ധൻ ഉറപ്പായിട്ട് വേണം, അതും വലിയ ബുദ്ധൻ വേണം, 4 feet ഒക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ അതേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബുദ്ധന്റെ ബാക്കിലുള്ള ഈ സ്റ്റോൺസ്, ഇത് ടൈലല്ല, ഇതും നാച്ചുറൽ സ്റ്റോൺ ആണ്. ഇതും രാജസ്ഥാനിൽ കൊണ്ടുവന്ന കേട്ടോ. രാജസ്ഥാനിൽ നമ്മൾ അങ്ങനെ വരുത്തിച്ചതാണ്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിരിയുടെ ഫേവറേറ്റ് സ്ഥലമാണ്. വാ മിരി.